ഈതേഴ്സിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ട് പഠിക്കാം. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഈതേഴ്സ്. ഈതേഴ്സിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഈതേഴ്സിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഏറ്റവും ലോവർ മെമ്പേഴ്സ്, അതായത് കാർബൺ ആറ്റംസ് കുറവുള്ള ലോവർ മെമ്പേഴ്സ് എല്ലാം തന്നെ ഗ്യാസസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡൈമീഥൈൽ ഈതർ, ഈഥൈൽ മീഥൈൽ ഈതർ ഇവയെല്ലാം തന്നെ ഗ്യാസസ് ആയിട്ടാണ് റൂം ടെമ്പറേച്ചറിൽ കാണപ്പെടുന്നത്. എന്നാൽ കാർബണിൻ്റെ എണ്ണം കൂടുന്തോറും അല്ലെങ്കിൽ ഹയർ മെമ്പേഴ്സിലേക്ക് പോകുന്തോറും ഇവ കൂടുതലായിട്ടും ഗ്യാസസ് മാറി ലിക്വിഡായിട്ട് കാണപ്പെടുന്നു. മാത്രവുമല്ല ഈതേഴ്സിന് വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് സ്മെല്ലും ഉണ്ട്. ഈ സ്മെല്ലിൽ നിന്ന് തന്നെ നമുക്ക് ഈതേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അടുത്ത പ്രോപ്പർട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ ROR എന്ന ഈതറിൽ RO എന്ന് പറഞ്ഞാൽ ഒരു CO ബോണ്ടാണ് അല്ലേ? ഇങ്ങനെ ഉള്ള ഒരു CO ബോണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഈതേഴ്സ് സാധാരണയായിട്ട് പൊളാർ നേച്ചർ കാണിക്കുന്നു. R ഗ്രൂപ്പിന് സ്ലൈറ്റ് പോസിറ്റീവ് ചാർജും ഓക്സിജന് സ്ലൈറ്റ് നെഗറ്റീവ് ചാർജും ഉള്ളത് കൊണ്ട് തന്നെ ഈ CO ബോണ്ട് പൊളാറാണ്. ഇത്തരത്തിൽ പൊളാർ നേച്ചർ ഉള്ളതിനാൽ ഈതേഴ്സ് ഒരു നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പം നെറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉള്ള വളരെ സ്ലൈറ്റ് ആയിട്ട് പൊളാരിറ്റി കാണിക്കുന്ന കോമ്പൗണ്ടുകളാണ് ഈതേഴ്സ്. സ്ലൈറ്റ് പൊളാരിറ്റി ഇവ കാണിക്കുന്നുണ്ടെങ്കിലും ഇവയുടെ ബോയിലിംഗ് പോയിന്റിനെ അത് എഫക്റ്റ് ചെയ്യുന്നില്ല. ഈതേഴ്സിൻ്റെ ബോയിലിംഗ് പോയിന്റ് അതേ മോളിക്കുലാർ മാസ്സുള്ള ആൽക്കെയിൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് കാണപ്പെടുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിയാൽ ഇവിടെ ഒരു ആൽക്കെയിൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് CH3 CH2 ത്രൈസ് CH3. ഇതിൻ്റെ മോളാർ മാസും നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന ഈതർ ആയിട്ടുള്ള C2H5O C2H5ൻ്റെ മോളാർ മാസും ഓൾമോസ്റ്റ് സെയിം ആണ്. എന്നാൽ ഇവയുടെ ബോയിലിംഗ് പോയിന്റും ഏകദേശം ഒരേ റേഞ്ചിൽ തന്നെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ ആൽക്കെയിൻസിൻ്റെയും ഈതേഴ്സിൻ്റെയും ബോയിലിംഗ് പോയിന്റ് ഓൾമോസ്റ്റ് കമ്പയർ ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ ഈതേഴ്സിനെ ആൽക്കഹോൾസുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ആൽക്കഹോൾസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈതേഴ്സ് ആർ ഹാവിങ് വെരി ലെസ് ബോയിലിംഗ് പോയിന്റ് ആസ് കമ്പയർഡ് ടു ആൽക്കഹോൾസ്. ആൽക്കഹോൾസിനേക്കാൾ വളരെ കുറഞ്ഞ ബോയിലിംഗ് പോയിന്റ് മാത്രമേ ഈതേഴ്സ് കാണിക്കുന്നുള്ളൂ. എന്താണ് അതിന് കാരണം? നമുക്കറിയാം ആൽക്കഹോൾസ് എന്ന് പറയുമ്പോൾ ROH അല്ലേ, OH ഫങ്ഷണൽ ഗ്രൂപ്പുള്ള ROH എന്ന് പറയുന്ന കോമ്പൗണ്ടുകളാണ് ആൽക്കഹോൾസ്. ആൽക്കഹോൾ മോളിക്യൂൾസ് തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് അവയുടെ ബോയിലിംഗ് പോയിന്റ് ഈതേഴ്സിനെ അപേക്ഷിച്ച് കൂടിയിരിക്കുന്നത്. എന്നാൽ ഈതേഴ്സിൽ നമുക്കറിയാം അതിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ല. അതിനാൽ അവയുടെ ബോയിലിംഗ് പോയിന്റ് ആൽക്കഹോളിനേക്കാളും കുറവായിരിക്കും. ഈതേഴ്സിൻ്റെ അടുത്തൊരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് സോല്യുബിലിറ്റി. സോല്യുബിലിറ്റി എന്ന് പറയുമ്പോൾ ഇവയ്ക്ക് വാട്ടറിൽ ഡിസോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈതേഴ്സിൽ ലോവർ ഈതേഴ്സ്, അതായത് ഏകദേശം 3 കാർബൺ ആറ്റം വരെയുള്ള ഈതേഴ്സ് ഏതാണ്ട് അതിനോട് സെയിം മോളിക്കുലാർ മാസ്സുള്ള ആൽക്കഹോളിനെ പോലെ തന്നെ വാട്ടറിൽ വളരെയധികം മിസിബിൾ ആണ്. നമുക്കറിയാം ആൽക്കഹോളും വാട്ടറും തമ്മിൽ നല്ല മിസിബിൾ ആണ് അല്ലേ? ആൽക്കഹോൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഏകദേശം 3 കാർബൺ ആറ്റമുള്ള ലോവർ ഈതേഴ്സ് വാട്ടറിൽ വളരെ പെട്ടെന്ന് തന്നെ മിസിബിൾ ആയിട്ട് മാറുന്നു. എന്തുകൊണ്ടാണ് ഏകദേശം ഒരേ മോളിക്കുലാർ മാസ്സുള്ള ഈതേഴ്സും ആൽക്കഹോൾസും വാട്ടറിൽ മിസിബിൾ ആവുന്നത്? അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ എത്തോക്സി ഈഥെയ്ൻ ആൻഡ് ബ്യൂട്ടനോൾ. എത്തോക്സി ഈഥെയ്നും ബ്യൂട്ടനോളും കൺസിഡർ ചെയ്താൽ ഇവ ഏകദേശം ഒരേ മോളിക്കുലാർ മാസ്സുള്ള കോമ്പൗണ്ടുകളാണ്. ഇവ വാട്ടറിൽ വളരെയധികം മിസിബിലിറ്റി ഉള്ളവയാണ്. എത്തോക്സി ഈഥെയ്ൻ 100 ml ഓഫ് വാട്ടറിൽ ഏകദേശം 7.5 ഗ്രാം ഡിസോൾവ് ചെയ്യപ്പെടുന്നു. എന്നാൽ ബ്യൂട്ടനോൾ ആണെങ്കിൽ 100 ml വാട്ടറിൽ ഏകദേശം 9 ഗ്രാം ഡിസോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈതേഴ്സിൻ്റെയും ആൽക്കഹോൾസിൻ്റെയും മിസിബിലിറ്റി ഏകദേശം ഒരുപോലെ തന്നെയാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ആൽക്കഹോളിനെ പോലെ തന്നെ ഈതേഴ്സും വാട്ടറിൽ വളരെ നന്നായിട്ട് മിസിബിൾ ആകുന്നത്? അതിനുള്ള കാരണം ഈതേഴ്സ് ഹാവ് എ ടെൻഡൻസി ടു ഫോം ഹൈഡ്രജൻ ബോണ്ട് വിത്ത് വാട്ടർ മോളിക്യൂൾ. ഈതേഴ്സിലുള്ള ഓക്സിജൻ, ഈ ഓക്സിജൻ എന്ന് പറയുന്നത് ആൽക്കഹോൾസിലുള്ള ഓക്സിജനെ പോലെ തന്നെ ആണ് അല്ലേ? ഇലക്ട്രോൺ നെഗറ്റീവ് ആണ്, ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസും ഉണ്ട്. ഇങ്ങനെ ഈതേഴ്സിലുള്ള ഈ ഓക്സിജൻ വാട്ടറുമായിട്ട് ജോയിൻ ചെയ്തുകൊണ്ട്
വാട്ടറായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിനാലാണ് ഈ ഈതേഴ്സ് ആൽക്കഹോൾസിനെ പോലെ തന്നെ വാട്ടറിൽ ഇത്രയും മിസിബിളായി മാറുന്നത്. നമുക്കിവിടെ ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷൻ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ROR എന്ന ഈതർ വാട്ടർ മോളിക്യൂളുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു. RORലെ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ വാട്ടർ മോളിക്യൂളിലെ ഹൈഡ്രജനുമായിട്ടാണ് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്.